നമസ്കാരം, ഞാൻ പ്രദീപ് വൈക. നമ്മുടെ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ KSEBയുടെ എഗ്രിമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന ഒരു ഫീസ് ഉണ്ട്. ഒരു 3 കിലോവാട്ടിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന ഫീസ് എന്ന് പറയുന്നത് 3540 ആണ്. ഈ 3540 രൂപ നമുക്ക് തിരിച്ച് കിട്ടേണ്ട പൈസയാണ്. 3540 നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. അതിൻ്റെ GST ഒഴിവാക്കി വരുന്ന ബാക്കി പോർഷൻ, അതിൻ്റെ 80% നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. അതിന് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിൻ്റെ ഈ റെസിപ്റ്റിൻ്റെ ഒരു കോപ്പി വെച്ചിട്ട് ആധാർ കാർഡും വെച്ച് നമ്മൾ കൺസ്യൂമർ നമ്പറും കൂടെ എഴുതി ഒരു വെള്ള പേപ്പർ റിക്വസ്റ്റ് എഴുതി KSEB ഓഫീസിൽ പോയി ചെന്ന് നമ്മൾ SS-നെ നേരിട്ട് കാണും. ബില്ലിംഗ് സെഷനിൽ SS-നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ, സീനിയർ സൂപ്പറിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ബില്ലിംഗ് സെഷനിൽ പോവുക. ബില്ലിംഗ് സെഷനിൽ കണ്ട് നമ്മൾ ഇതിന് റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വയ്ക്കേണ്ട ഡീറ്റെയിൽ ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ തന്നെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ, അതിൻ്റെ ഫ്രണ്ട് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജോ ചെക്ക് ലീഫിൻ്റെ ഒരു ഫോട്ടോയോ ക്യാൻസൽ ചെക്ക് ലീഫോ ഏതെങ്കിലും ഒന്ന് വയ്ക്കുക. 2 ആധാർ കാർഡ് വയ്ക്കുക. കൺസ്യൂമർ നമ്പർ വെച്ച് റിക്വസ്റ്റ് എഴുതുക. ഈ പൈസ ഞാൻ ഇതിലേക്ക് അടച്ചിരിക്കുന്ന പേയ്മെൻറ്റ് എനിക്ക് തിരിച്ചു തരണമെന്ന് എഴുതുക. അതിന് കൂടെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. നമ്മൾ ഒരു വർഷം ജനറേഷൻ നടത്തി നമ്മൾ ലൈനിലേക്ക് എടുക്കുന്ന വൈദ്യുതിയുടെ ബാക്കി വൈദ്യുതി നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെടുക്കുന്ന വൈദ്യുതിയും പോയതിന് ശേഷം ബാലൻസ് വരുന്ന വൈദ്യുതിയുടെ ഒരു ബാങ്കറ്റ് യൂണിറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാങ്കറ്റ് യൂണിറ്റായിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന, നമ്മുടെ പേര് സൂക്ഷിച്ചിരിക്കുന്ന വൈദ്യുതിക്ക് തിരിച്ചൊരു 3 രൂപ 15 പൈസ വെച്ച് നമുക്ക് തിരിച്ച് റിട്ടേൺ പേയ്മെൻറ്റ് കിട്ടും. ആ പേയ്മെൻറ്റ് തുകയും നമുക്ക് ഇതിൽ തരണമെന്ന് പറഞ്ഞ് നമുക്ക് ആ റിക്വസ്റ്റിൽ എഴുതുക. 2 കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ് 3540 രൂപ നമ്മൾ അടയ്ക്കുന്ന ആ പേയ്മെൻറ്റ് 80% തിരിച്ച് തരുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് എഴുതുക. അതിൻ്റെ കൂടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ തുക തരുന്നതിന്, അതായത് നമ്മൾ ഉത്പാദിപ്പിച്ച് കൊടുത്ത വൈദ്യുതിയുടെ ബാക്കി തുക നമുക്ക് തരണമെന്ന് പറഞ്ഞും കൂടെ എഴുതുക. ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം മാർച്ച് 31 ആകുമ്പോഴും നമ്മുടെ സെറ്റിൽമെൻറ്റ് വയ്ക്കുമ്പോൾ നമ്മുടെ ആ ബാലൻസ് പേയ്മെൻറ്റ് നമുക്ക് തിരിച്ചു തരും. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ട്, അതായത് കഴിഞ്ഞ ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പേ, അതായത് ഡേറ്റ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 3-ാം തീയതി 3/8/2026 ശേഷം നമ്മൾ എഗ്രിമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അടയ്ക്കുന്ന ഫീസ് എന്ന് പറയുന്നത്, നേരത്തെയൊക്കെ 3 കിലോവാട്ടിന് അടച്ചുകൊണ്ടത് 3540 ആണ്. ഇപ്പം നമ്മൾ അടയ്ക്കുന്നത് 3108 രൂപയാണ്. നമ്മുടെ ഈ പറഞ്ഞ 3000 രൂപ നമ്മുടെ ഒരു 3 കിലോവാട്ടിന് ഡിമാൻഡ് ചെയ്യുകയും അതിൻ്റെ GST വിഹിതം നമുക്ക് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3108 വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ അടച്ചുകൊണ്ടുന്ന തുക 3540 ആണ്. അപ്പോൾ ഇപ്പോൾ 3108 അടച്ചാൽ മതി. അതുപോലെ 5 കിലോവാട്ടിനായാലും എല്ലാത്തിനായാലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ KSEBയുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ്. അത് ഒരു വലിയ കാര്യമാണ്. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം സബ്സിഡി നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ്. സബ്സിഡി ഏതാണ്ട് ഈ പറഞ്ഞ മാർച്ച് 31, 2027 മാർച്ച് 31 നിർത്തലാക്കുന്നു പറയുന്നല്ല, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് സബ്സിഡി ആഗ്രഹിക്കുന്നവർ, നല്ലൊരു ശതമാനം തുകയാണ് നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ സബ്സിഡി ആഗ്രഹിക്കുന്നവർ നമുക്ക് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് സോളാർ വയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അതൊന്ന്. രണ്ടാമത്തെ മെയിൻ മാറ്റർ എന്ന് പറയുന്നത് ഫീസിബിലിറ്റിയാണ്. നമ്മളെ ഏതൊരു ട്രാൻസ്ഫോമറിൻ്റെ ഫീസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോളാർ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഫീസിബിലിറ്റി എന്ത് ചെയ്യുക, ഫീസിബിലിറ്റി ചെക്ക് ചെയ്യുക. നമ്മൾ എത്രയും പെട്ടെന്ന് സോളാർ വയ്ക്കുക. കാര്യം ഇല്ലെങ്കിൽ നമുക്ക് സോളാർ വയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു 100 കിലോവാട്ടുള്ള ഒരു 100 kVയുടെ ഒരു ട്രാൻസ്ഫോമർ ഇരിക്കുന്നിടത്താണെങ്കിൽ നമുക്കൊരു 20-25 വീടുകളിൽ മാത്രമേ സോളാർ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പൈസ ഉണ്ടാകുന്ന സമയത്ത് വയ്ക്കാമെന്ന് വിചാരിക്കും. പക്ഷേ നടക്കത്തില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫീസിബിലിറ്റി ഒരു പ്രധാന ഘടകമാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലോണും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആർക്ക് സോളാർ വയ്ക്കുന്നതിനെക്കുറിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. ട്രിവാൻഡ്രമാണ് നമ്മുടെ ഓഫീസ് വരുന്നത്, വൈഗ പവർ സൊല്യൂഷൻ. ഓക്കെ.